ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ നമ്മുടെ ഓർഡർ ചെയ്ത ഐറ്റംസ് മൊത്തം വന്നിട്ടുണ്ടോ. മലയാളികൾ ഒരു ഹോട്ടലിൽ കയറിയാൽ ആദ്യം ചോദിക്കുന്ന സാധനം ചേട്ടാ ബീഫ് ഉണ്ടോ. ഈ ഫാഹയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടത്തില്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഫ്രീ പാർക്കിംഗ് ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഫഹേലാണ്. ഫഹേൽ നിങ്ങളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താൻ എത്തിയതാണ്. അതായത് കുവൈറ്റിലെ കാഴ്ചകൾ മാത്രം കണ്ടാൽ പോലെ ഇടയ്ക്ക് നല്ല ഫുഡും കഴിക്കണ്ടേ. അതെ, നല്ലൊരു ഫുഡ് കഴിക്കണ്ട. അപ്പം അങ്ങനെ സ്പേസ് തപ്പി നടക്കുന്നവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പം നല്ലൊരു അടിപൊളി ഫാമിലി റെസ്റ്റോറൻറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതായത് അവിടെ എത്തുന്ന ആൾക്കാർ കൂടുതലാരും കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് അല്ലേ. അതെന്താണ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്കകത്തുണ്ട്. ഫഹേലിലെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളാണ് ഈ വീഡിയോക്കകത്തുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ടീനാമയ്ക്കൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LTDREAMS. കൂട്ടുകാരെ, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അങ്ങ് പറഞ്ഞേക്കാം. അപ്പം ലൊക്കേഷൻ തപ്പി നിങ്ങൾ നടക്കണ്ടല്ലോ. അതായത് നമ്മളെ അൽക്കൂത്ത് മാളിനൊക്കെ ഓപ്പോസിറ്റ് ഫഹേൽ ബസാറിന് തൊട്ടടുത്തുള്ള ഈ ബിൽഡിങ്ങിൻ്റെ 5ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ ബെയ്ത്ത് അൽ ഖലീജി റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പം കൂട്ടുകാരെ, വേണ്ട ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു സമ്മാനം കൂടെ നമ്മൾ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. റെസ്റ്റോറൻ്റ് അകത്ത് വന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നു കേട്ടോ. സാധാരണ ഇവിടെ നമ്മുടെ മലയാളികൾ ഇവിടെ തേടി വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ സിസ്ലറാണ്. സിസ്ലർ എന്ന് പറഞ്ഞാൽ ചിക്കൻ സിസ്ലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറെ വേറെ കുറച്ച് ഐറ്റംസ് കൂടെയാണ്. പോരട്ടെ, കഴിച്ചിട്ട് പറയാം കേട്ടോ. ചുറ്റും നോക്കി അങ്ങ് നമുക്ക് നമ്മുടെ മുമ്പിൽ അൽക്കൂത്ത് മാളാണ്. അതിൻ്റെ ഒരു സൈഡിൽ കടല്, പിന്നെ ഏതാണ്ട് അങ്ങ് ദൂരെ പെട്രോളിൻ്റെ KNTCയുടെ വലിയ ടണലൊക്കെ കാണാം. അപ്പോൾ രാത്രി ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല ലൈറ്റിംഗ് എല്ലാം ആയിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആണ്, നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഒരുപാട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് ക്യാബിനുണ്ട്, സെപ്പറേറ്റ് ക്യാബിനുണ്ട്. അതുപോലെ തന്നെ പാർട്ടി നടത്താനുള്ള ഹാളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് 120 പേർക്ക് പാർട്ടി നടത്താനുള്ള ക്യാബിനുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളൊരു പാർട്ടി, നമ്മുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് ഒരു 120 പേർക്ക് സ്റ്റേജും കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്കുള്ള ഫുഡിനുള്ള ബൊഫയും കാര്യങ്ങൾ. അത് റെസ്റ്റോറൻറ്റിൽ നിന്ന് സ്വല്പം മാറിയാണ്. അതായത് നമുക്ക് വേണ്ട പ്രൈവസിയും കാര്യങ്ങളും എല്ലാം കിട്ടും. ഒരു ലക്ഷറി ഫീലാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ. അടിപൊളി. പാകയിലൊക്കെ ഉള്ളവർക്ക് അല്ലേ, നിങ്ങളൊരു രാജകീയമായ രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഐറ്റം, ചിക്കൻ സ്ലൈസറിനോ. യെസ്. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ നമ്മുടെ ഓർഡർ ചെയ്ത ഐറ്റംസ് മൊത്തം വന്നിട്ടുണ്ടോ. നമ്മുടെ മുന്നിൽ മൊത്തം ഐറ്റംസ് ആണ്. അപ്പോൾ അതാണ് ചിക്കൻ ടിക്ക, ചിക്കൻ ലോലിപോപ്പ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലോലിപോപ്പ്. അതാണ് ചിക്കൻ ലോലിപോപ്പ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടമുള്ള ബീഫില്ലാതെ എന്ത് ആഘോഷം, വേണ്ട ബീഫ് ചില്ലി. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ആൾക്കാർ കൂടുതലായിട്ട്, ഫാമിലീസും കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ഈ ചിക്കൻ സ്ലൈസർ. നിങ്ങൾ ഇവിടെ മസ്റ്റ് ട്രൈ ആണ്. വേണ്ട നമ്മുടെ ഖലീജി പ്ലേറ്റ്. അതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. മട്ടൻ കബാബ്, ചിക്കന് എല്ലാം കൂടെ മിക്സ് ആണ്. നമ്മുടെ നാൻ റൊട്ടി. അപ്പൊ കഴിച്ചു നോക്കിയിട്ട് പറയാം അല്ലേ. നമുക്ക് ആദ്യം ലോലിപോപ്പ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ.
അടിപൊളി. ടീനാമ്മയ്ക്ക് കുവൈറ്റ് വരുമ്പോൾ കഴിക്കണമെന്നല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സംഭവമായിരുന്നു ചിക്കൻ ലോലിപോപ്പ്. നമ്മൾ 2-3 സ്ഥലത്ത് കഴിച്ചിട്ട് പരാജയപ്പെട്ടു പോയി അല്ലേ? ഇതെങ്ങനെയാണെന്ന് കഴിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നമ്മുടെ പുകയുന്ന ഇവനെ ഇങ്ങെടുക്കുക കേട്ടോ. ചിക്കനൊക്കെ ആണല്ലോ ഉണ്ടല്ലോ, ഇവർ യൂസ് ചെയ്യുന്ന ഫ്രഷ് ചിക്കനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു രുചിയുണ്ട്. അതായത് നമ്മൾ ഫ്രോസൺ ചിക്കൻ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്നാ ചെയ്തിട്ടും കാര്യമില്ല. കിട്ടുന്ന മീനാണെങ്കിലും ഇവിടുത്തെ മീൻ അതുപോലെ തന്നെ മീറ്റ് എല്ലാം ഫ്രഷാണ് മേടിക്കുന്നത്. അറബിക് മട്ടന് അതുപോലെ തന്നെ ചിക്കനാണെങ്കിൽ തന്നെ ഒരു ഫ്രഷ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റേതായ തന്നെ ഒരു രുചിയിലൊക്കെ വ്യത്യാസമുണ്ട്. നല്ല സൂപ്പറാണ്. നമുക്ക് പ്രൈസ് കുറച്ച് പലയിടത്തും ഫുഡ് കിട്ടുമായിരിക്കും. പക്ഷെ ഒരു ക്വാളിറ്റി ഫുഡ് കഴിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബെയ്ത്ത് ഖലീജിയുടെ പ്ലേറ്ററാണ്, അവരുടെ സ്പെഷ്യൽ പ്ലേറ്ററാണ്, മിക്സാണ്. അപ്പോൾ ഇതിനകത്ത് മട്ടനുണ്ട്, അതുപോലെ ബീഫുണ്ട്, ചിക്കനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വരും. നമുക്കിതിനകത്ത് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ചിക്കൻ്റെ ഒരു ശരിക്കും കബാബ് ചെയ്യുമ്പോഴേ നമ്മുടെ ആവശ്യമില്ലാത്ത മസാലകളൊന്നും ഇല്ലാതെ തന്നെ ഭയങ്കര ലൈറ്റ് മസാലയാണ്. ആ ഫ്ലേവർ അടിപൊളിയാണ്. ചിക്കൻ ടിക്ക എന്നൊക്കെ ഇതുണ്ടല്ലേ, ഇവനാണ് കേട്ടോ, ഇവനാണ് ചിക്കൻ ടിക്ക. ടിക്കാണല്ലേ ഒരുപാട് സ്പൈസി അല്ല. നമ്മൾ എന്നാ പറയാ, ഫാമിലിയായിട്ട് വരുമ്പോൾ എല്ലാവരും പറയുന്നത് കുട്ടികൾ ഒരുപാട് സ്പൈസസ് കഴിക്കാറില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് സ്പൈസി വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ആവറേജ് സ്പൈസിയാണ്. നമ്മുടെ ബീഫ് ചില്ലി കേട്ടോ. മലയാളികൾ ഒരു ഹോട്ടലിൽ കയറിയാൽ ആദ്യം ചോദിക്കുന്ന സാധനം, ചേട്ടാ ബീഫുണ്ടോ അല്ലേ? എന്നാ ഉത്തരവുണ്ട്, ബീഫുണ്ട് കേട്ടോ. പക്ഷെ ബീഫിൻ്റെ കൂടെ നമുക്ക് എന്നാ പറയാ, നമ്മളെപ്പോഴും പൊറോട്ട കഴിക്കുന്നതല്ലേ, നാനാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പം നാനും ബീഫ് ചില്ലിയും കൂടെയാണ്. എന്നാന്ന് അറിയത്തില്ല, ഇത്ര ഐറ്റം കഴിച്ചിട്ട് എനിക്ക് അവസാനം ബീഫ് കഴിച്ചപ്പോൾ ബീഫാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ബീഫ് ഭയങ്കര രസമുണ്ട്. ബീഫ് ചില്ലി നമ്മൾ എന്നാ പറയാ റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു ഫുഡ് തന്നെയാണ്. അപ്പം നിങ്ങൾ അല്ലേ അൽക്കൂത്തിലൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് ഷോപ്പിങ്ങിനൊക്കെ വരുമ്പോൾ, ഫാഹൽ വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഫുഡ്, പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ, ഫാമിലി നല്ല കേട്ടോ, ആർക്ക് വേണം വരാം, വരുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു നമ്മളെപ്പോഴും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് പറ്റിയൊരു റെസ്റ്റോറന്റ് ആയിരുന്നു. വളരെ നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് സ്റ്റാഫ് ആണല്ലോ, അടിപൊളി. അത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു ഓഫർ കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ അവസാനം പറയാം. അപ്പോൾ കൂടുതൽ കഴിച്ചത് നമ്മുടെ ഇതാണ്, ബീഫ് ചില്ലിയാണ്. ബീഫ് ചില്ലി എന്ന് പറയുന്നത് നമ്മൾ ബീഫ് കൂടുതൽ കഴിച്ചുകൊണ്ടാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു വന്നത് ഈ ചിക്കൻ സ്ലൈസറാണ്. പക്ഷെ അതിനോട്ട് എത്തുന്നില്ല, വയറുള്ളായി. അതാണ് ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. അവസാനം തന്നെ ഒരു മൊജറ്റോ, അതായത് കാൻബറി മൊജറ്റോ കേട്ടോ. ഇത്രയും ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, അവസാനം ഇതുപോലെ കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മളങ്ങോട്ട് എന്നാ പറയാ, ഇങ്ങനെ എന്നാ പറയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കൊരു ഫീലാണ് കേട്ടോ. നല്ലൊരു തണുപ്പും വയറും ഒന്ന് ഫീലായി, ഒന്ന് നമ്മളൊന്ന് റിലാക്സ് ആവും സത്യം പറഞ്ഞാൽ. അതാണ് തീർന്നില്ല. അതേണ്ട വാട്ടർ മെലൺ ഉണ്ട്, അതുപോലെ തന്നെ അതേണ്ട സ്ട്രോബെറി. അപ്പോൾ അതേണ്ട ഇതാണ് മൊജിറ്റോ. ഇതിലേതെങ്കിലും ഒരെണ്ണോടെ അവസാനം കുടിക്കുകയാണെങ്കിൽ ശുഭം. സന്തോഷമായിട്ട് വന്ന് ഫുഡ് കഴിച്ച് സമാധാനമായിട്ട് തിരിച്ചു പോകാം. ഓക്കെ, താങ്ക് യു സാർ, നൈസ് ഫുഡ്. ഓക്കെ, എടാ നമ്മളിവിടെ വരുന്നവർക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല കാർ പാർക്കിംഗ് ഫ്രീ ആണ്.
അതായത് നമ്മുടെ യാൽമാൾ അല്ലേ, യാൽമാളിൽ കൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒരു 2 സെക്കൻഡ് വരെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാഹയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടത്തില്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. ഈ കാർഡ് കാണിച്ചാൽ മതി. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു. എങ്ങനെയാണ് ടീനാമ? അടിപൊളി ഫുഡായിരുന്നു, നല്ല ആംബിയൻസും കാര്യങ്ങളും അല്ലേ. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ഉണ്ട്. അത് ചെറിയ കാര്യമല്ല അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നവര് ഉറപ്പായിട്ടും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, നിങ്ങളുടെ ബില്ലിൽ 25% ഡിസ്കൗണ്ട് കിട്ടും. ഈ ഓഫർ റമദാൻ തുടങ്ങുന്നിടം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഫഹേൽ ഭാഗത്ത് വരുന്ന ആളുകൾക്ക് ഫാമിലി ആയിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഒരു ടൈം നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഓഫർ മറക്കണ്ട, 25%. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക അല്ലേ. വരിക, സന്തോഷമായിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിച്ചിട്ട് പോവുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ. ബൈ ബൈ.